ഹലോ ഡിയർ സ്റ്റുഡൻസ്, ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ നാം SCERT സിലബസ് അടിസ്ഥാനമാക്കി ഓരോ ക്ലാസ്സും വളരെ ലളിതമായ രീതിയിൽ പഠിക്കാൻ പോകുന്നു. ഇന്ന് നാം 9ാം ക്ലാസ്സിലെ എല്ലാ സോഷ്യൽ സയൻസ് ചാപ്റ്ററുകളും ഒന്ന് പരിചയപ്പെടുകയാണ്. ജോഗ്രഫി, ഹിസ്റ്ററി, സിവിക്സ്, എക്കണോമിക്സ് ഈ 4 ഭാഗങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കിവിടെ കഴിയും. ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ക്ലാസ്സുകൾ വളരെ സഹായകമാകും. പരീക്ഷയ്ക്ക് തയ്യാറാകാനും കൺസെപ്റ്റ് മനസ്സിലാക്കാനും ഈ ചാനൽ നിങ്ങളെ സഹായിക്കും. സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ട് 1. സോഷ്യൽ സയൻസ് നമുക്ക് 2 പാർട്ടുകളായിട്ടുള്ളത്. സോഷ്യൽ സയൻസ് ഫസ്റ്റ്, സോഷ്യൽ സയൻസ് സെക്കൻഡ്. സോഷ്യൽ സയൻസ് 1 പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. അതുപോലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. മൊത്തം നമുക്ക് 80 മാർക്കിലാണ് എക്സാം വരുന്നത്. 40 മാർക്ക് SS ഫസ്റ്റിൽ നിന്നും 40 മാർക്ക് SS സെക്കൻഡിൽ നിന്നുമാണ് വരുന്നത്. നമുക്ക് ഈ ചാപ്റ്റേഴ്സ് ഒന്ന് പരിചയപ്പെട്ടാലോ. സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ട് 1. ഫസ്റ്റ് ചാപ്റ്റർ മൂവിംഗ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ്. തേർഡ് ചാപ്റ്റർ ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി. Fourth chapter distribution of power in Indian constitution. Fifth chapter demographic trends in India. മലയാളം മീഡിയത്തിൽ പറഞ്ഞാൽ സാമൂഹ്യശാസ്ത്രം 1ാം ഭാഗത്തിലെ 1ാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. 2ാമത്തെ ചാപ്റ്റർ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും. 3ാമത്തെ ചാപ്റ്റർ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും. 4ാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 2 പാർട്ടുകളിലുള്ള മലയാളം ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ പാർട്ട് 2, അതിൽ വരുന്ന 6th ചാപ്റ്റർ ഫ്രം ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി. 7th ചാപ്റ്റർ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ towards a gender neutral society. സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഭാഗം 2 മലയാളത്തിൽ 6ാമത്തെ ചാപ്റ്റർ ചോളനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക്. 7ാമത്തെ ചാപ്റ്റർ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. 8ാമത്തെ ചാപ്റ്റർ ലിംഗവിവേചനമില്ലാതെ സമൂഹത്തിലേക്ക്. ഇത് സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 2 പാർട്ടുകളാണ്. ഇനി ആ ഭാഗത്ത് നിന്ന് 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് വരും. സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പാർട്ട് 1 ചാപ്റ്റേഴ്സ് ആണ് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്. 2nd ചാപ്റ്റർ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ. 3rd ചാപ്റ്റർ പ്ലാറ്റ്യൂ വേർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ്. ആൻഡ് 4th ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്. മലയാളത്തിലാണെങ്കിൽ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ ലോകത്തിൻ്റെ നെറുകയിൽ. 2nd ചാപ്റ്റർ വിശാല സമതല ഭൂവിൽ. 3rd ചാപ്റ്റർ ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി. 4ാമത്തെ ചാപ്റ്റർ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി. ഇത് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പാർട്ട് 1. ഇനി സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പാർട്ട് 2 നമുക്ക് പരിചയപ്പെടാം. 5th ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ത്രൂ വാരിയസ് സെക്ടേഴ്സ്. 6th ചാപ്റ്റർ പ്രൈസ് ആൻഡ് മാർക്കറ്റ്. 7th ചാപ്റ്റർ ത്രൂ ദ സാൻഡി എക്സ്പാൻസ്. ആൻഡ് 8th ചാപ്റ്റർ എലോങ് ദ കോസ്റ്റ്. മലയാളത്തിൽ നോക്കിയാൽ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ഭാഗം 2 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. 6ാമത്തെ ചാപ്റ്റർ വിലയും വിപണിയും. 7ാമത്തെ ചാപ്റ്റർ മണലാരണ്യത്തിലൂടെ. 8ാമത്തെ ചാപ്റ്റർ തീരങ്ങളിലൂടെ. മൊത്തം നമുക്ക് 16 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. സോഷ്യൽ ഫസ്റ്റിലെ 8 ചാപ്റ്ററും സോഷ്യൽ സയൻസ് സെക്കൻഡിലെ 8 ചാപ്റ്ററും ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി. മൊത്തം 80 മാർക്കിലാണ് ചോദ്യങ്ങൾ ഉണ്ടാകുക. 2.5 മണിക്കൂറാണ് നമുക്ക് എക്സാം എഴുതാനുള്ള സമയം. ലേണിംഗ് ഔട്ട്കംസ്: അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്, learn constitutional values and democracy, develop geographical awareness, understand economy and development,
ബിൽഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. സ്റ്റഡി ടിപ്സ്. നമുക്ക് എങ്ങനെ പഠിക്കാം? റീഡ് ടെക്സ്റ്റ് ബുക്ക് റെഗുലർലി. എന്നും ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി വായിക്കുക. പ്രിപ്പയർ ചാപ്റ്റർ വൈസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പ്രാക്ടീസ് മാപ്പ് ആൻഡ് ഡയഗ്രാം വർക്ക്സ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മാപ്പുകളും ഡയഗ്രാംസും കൃത്യമായി പഠിക്കുക. റിവൈസ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് ഡേറ്റ്സ്. ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന പാഠഭാഗങ്ങളിൽ വരുന്ന എല്ലാ ടേമുകളും ഡേറ്റുകളും കൃത്യമായി മനസ്സിലാക്കുക. പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. എല്ലാ ആക്ടിവിറ്റീസുകളും നമ്മൾ കൃത്യമായി പങ്കെടുക്കുക, ഡിസ്കഷനിലും പങ്കെടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടത് 9ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടുള്ള വളരെ ലളിതമായ ക്ലാസ്സുകൾ ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത ക്ലാസ്സിൽ പങ്കെടുക്കാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. See you in the next class with Bright Future Academy. Thank you.